നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. ഈശ്വരനെ കുറിച്ച് പലർക്കും പല ധാരണകളാണുള്ളത്. ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരുണ്ട്. എന്നാൽ അധിക പേരും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസികളിൽ പലരും ഈശ്വരനെ തങ്ങളിൽ നിന്ന് ബാഹ്യമായ ഒരു ശക്തിയായാണ് കരുതുന്നത്. വാസ്തവത്തിൽ വിത്തിൽ വൃക്ഷം പോലെയും സ്വർണാഭരണത്തിൽ സ്വർണം പോലെയുമാണ് സർവചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നത്. ഓരോ വ്യക്തിയിലും ഈശ്വരത്വമുണ്ട്. ശരിയായ മാർഗത്തിൽ നീങ്ങിയാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ അനുഭവിച്ചറിയാൻ കഴിയും. തേനിൻ്റെ രുചിയോ പ്രകൃതിയുടെ ഭംഗിയോ പറഞ്ഞറിയിക്കാൻ കഴിയുമോ? അനുഭവിച്ചാലേ അതറിയാൻ സാധിക്കൂ. അതുപോലെ ഈശ്വരാനുഭൂതി വാക്കിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അപ്പുറമാണ് എന്നാണ് ഗുരു പറയുന്നത്. ഒരു സന്യാസി ഒരു വിദ്യാലയത്തിന് മുന്നിലൂടെ നടക്കുകയായിരുന്നു. ചില വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കളിയാക്കി. എന്തിനാണ് നിങ്ങൾ സന്യസിക്കുന്നത്? സന്യാസി പറഞ്ഞു, സന്യാസം സ്വീകരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാക്കാനാണ്. അതാണ് ലക്ഷ്യം. കുട്ടികൾ വീണ്ടും ചോദിച്ചു, ഈശ്വരനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈശ്വരനെ എങ്ങനെ സാക്ഷാത്കരിക്കും? ഒരു വൃക്ഷം ചൂണ്ടിക്കൊണ്ട് സന്യാസി ചോദിച്ചു. ആ വൃക്ഷം ഏതിൽ നിന്നാണ് ഉണ്ടായത്? വിത്തിൽ നിന്ന്, കുട്ടികൾ പറഞ്ഞു. വൃക്ഷത്തിന്റെ ചുവട്ടിൽ ധാരാളം പഴങ്ങൾ ഉണ്ടായിരുന്നു. സന്യാസി ഓരോ പഴവും എടുത്തു മാമ്പഴപ്പഴം എടുത്തു കടിച്ച് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കി. എന്നിട്ടത് വലിച്ചെറിഞ്ഞു. അടുത്ത പഴവും കടിച്ചു നോക്കി. എന്നിട്ടത് വലിച്ചെറിഞ്ഞു. ഇങ്ങനെ കുറേ പഴങ്ങൾ കടിച്ചു നോക്കി വലിച്ചെറിയുന്നത് കണ്ടപ്പോൾ കുട്ടികൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പഴങ്ങൾ കടിച്ച് വലിച്ചെറിയാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? സന്യാസി പറഞ്ഞു, അതോ, ഈ വൃക്ഷം ഉണ്ടായത് വിത്തിൽ നിന്നാണല്ലോ. പഴത്തിനകത്തുള്ള വിത്തിൽ വൃക്ഷമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അത് കേട്ട് കുട്ടികൾ ചിരിച്ചു. അവർ പറഞ്ഞു, ഇത്രയും ചെറിയ വിത്തിനുള്ളിൽ വലിയ വൃക്ഷം എങ്ങനെ കാണാൻ സാധിക്കും? ആദ്യം വിത്ത് നടണം. അതിന് സമയത്തിന് വെള്ളവും വളവും കൊടുക്കണം. ക്രമേണ അത് കിളിർത്തു വന്ന് കുറേ കഴിയുമ്പോൾ അത് വലിയൊരു വൃക്ഷമായി തീരും. അങ്ങനെയല്ലേ വൃക്ഷമാകുന്നത്? ശരിയാണല്ലോ, സന്യാസി പറഞ്ഞു. ഈശ്വരന്റെ കാര്യവും ഇതുപോലെയാണ്. വിത്തിനുള്ളിൽ വൃക്ഷമെന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളത് നിങ്ങൾക്കത് അനുഭവമായിട്ടില്ല എന്ന് വെച്ച് ഈശ്വരൻ ഇല്ലെന്ന് എങ്ങനെ പറയാനാകും? ഈശ്വരനെ അനുഭവിച്ചവർ ആത്മജ്ഞാനികൾ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രയത്നിച്ച ആർക്കും ഈശ്വരനെ അനുഭവിച്ചറിയാനാകും. അതെ, ഈശ്വരൻ എന്നത് അനുഭവമാണ്. അത് അനുഭവിക്കാനുള്ള വഴിയാണ് പ്രാർത്ഥന, ജപം, ധ്യാനം തുടങ്ങിയ ആധ്യാത്മ സാധനങ്ങൾ. ഒരു പുഷ്പം മൊട്ടായിരിക്കുമ്പോൾ അതിൻ്റെ പരിമളവും ഭംഗിയും അറിയാൻ കഴിയില്ല. അത് വിടർന്ന് വികസിക്കണം. അതുപോലെ ധ്യാനത്തിലൂടെ നമ്മുടെ ഹൃദയപുഷ്പം വിടരണം. അപ്പോൾ നമുക്ക് ഈശ്വരനെ ദർശിക്കാനും ആ പരമാനന്ദം അനുഭവിക്കാനും കഴിയും. ഹരി ഓം നമഃ ശിവായ.